ജമാഅത്തെ ഇസ്ലാമിയുമായി ഇടതുമുന്നണി ഒരു കാലത്തും നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ വാദം പൊളിയുന്നു. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച കാലം മുതൽ ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു എന്നതിന് തെളിവുകൾ ഏറെ. 20 വർഷക്കാലം CPM ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് സഖ്യം തുടർന്നിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവേശനം. അതുവരെ മൗദൂദിയുടെ മതരാഷ്ട്രവാദമായിരുന്നു ജമാഅത്ത് പിന്തുടർന്നിരുന്നത്. 1977 മുതൽ ഇടതുപക്ഷത്തിനൊപ്പം ഈ സംഘടന സഞ്ചരിച്ചു. ശരീഅത്ത് വിവാദകാലത്ത് ഇടതുമുന്നണിയെ തള്ളിപ്പറഞ്ഞെങ്കിലും ബന്ധം തുടർന്നു. 1996 മുതൽ LDF സ്ഥാനാർത്ഥികളെ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പിന്തുണച്ചു. അന്ന് ജമാഅത്തെ ഇസ്ലാമി നിലപാടിനെ പ്രകീർത്തിച്ച് ദേശാഭിമാനി പത്രം മുഖപ്രസംഗം എഴുതി. 2001 ജമാഅത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ സിമിയെ നിരോധിച്ചെങ്കിലും CPM ബന്ധത്തിന് തടസ്സമുണ്ടായില്ല. 2006 ജമാഅത്തും PDPയും ഇടതു സ്ഥാനാർത്ഥികളെ പിന്തുണച്ചു. CPMും ജമാഅത്തെ ഇസ്ലാമിയും ഒരേപോലെ ഒരു മുന്നണിയിലെ പോലെ തന്നെ പ്രവർത്തിച്ചു എന്നുള്ളതിന് വളരെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ ദേശാഭിമാനിയുടെ മുഖപ്രസംഗമുണ്ട്. പിന്നെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, അതായത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെ കേരളത്തിൽ നടപ്പാക്കണം എന്ന് പഠിക്കാൻ വേണ്ടി പാലോളി കമ്മീഷൻ റിപ്പോർട്ട് അതിനൊരു കമ്മിറ്റി വെച്ചപ്പം ആ VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. ആ കമ്മിറ്റിയിൽ അബ്ദുറഹ്മാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയായിട്ട് അതിലുണ്ടായിരുന്നത്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 51 പഞ്ചായത്തുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ദളമായ വെൽഫെയർ പാർട്ടിയുമായി ഇടതുമുന്നണി കൈകോർത്തു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വഴിക്കടവ് പഞ്ചായത്തിൽ പോലും നീക്കുപോക്കുണ്ടായിരുന്നു. അടുത്ത കാലം വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ വിരുന്നുകളിൽ CPM നേതാക്കൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. ജമാഅത്തുമായി യാതൊരു സഖ്യവും ഉണ്ടായില്ലെന്ന CPM നേതാവ് എ വിജയരാഘവന്റെ വാദം ശരിയല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.